കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ച് KCA. 2022 മനുവിനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു. രക്ഷിതാക്കളും കുട്ടികളും പരാതി ഉന്നയിച്ചിരുന്നില്ലെന്നും ഭാരവാഹികൾ. പോക്സോ കേസിൽ പ്രതിയായ ഒരാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പരിശീലകനായി നിയമിച്ചത് തെറ്റാണ്. കേസിൽ മനു ശിക്ഷിക്കപ്പെടണമെന്നും KCA. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ഇവരെല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇതൊരു എന്താ പറയുക, കോച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടെന്ന് വന്ന് പറയുന്നു. എല്ലാവരും ഒരാൾ വരെ മനുവിനെ അഗൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾക്കിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടില്ല എന്ന് പറയില്ല. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിൽ പ്രതിയെ ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങളെടുത്തു? സുലേഖയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സുലേഖ, കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് KCA. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ദിനോ, KCAക്ക് ഈ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നതാണ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ അന്വേഷിക്കാതെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെ ആവശ്യപ്രകാരം നേരത്തെ പോക്സോ കേസുകൾ ഈ ജാമ്യം ലഭിച്ച മനുവിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ തങ്ങൾക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു തരത്തിലായിരുന്നു വാർത്താ സമ്മേളനം KCA ഭാരവാഹികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 2022 ആണ് മനുവിനെതിരെ ആദ്യ പോക്സോ കേസ് അല്ലെങ്കിൽ ആദ്യ പരാതി ഉയർന്നത്. അപ്പോൾ രക്ഷിതാക്കളോ കുട്ടികളോ അസോസിയേഷനിൽ ഈ പരാതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെയും അതിനൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം മനുവിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ പരാതി അസോസിയേഷനിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ചൈൽഡ് ലൈനിലും ഒപ്പം പോലീസും അന്വേഷണം നടത്തിയപ്പോൾ മാത്രമാണ് KCA ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. മനുവിനെ മാറ്റി നിർത്തിയെങ്കിലും ചില കുട്ടികളും ഈ രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നതാണ് ഈ മനുവിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ KCA ഭാരവാഹികൾ അറിയിച്ചത്. ഈ പോക്സോ കേസിൽ ജാമ്യം ലഭിച്ച ഒരു വ്യക്തിയെ എന്തുകൊണ്ട് തിരിച്ചെടുത്തു എന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അത് ആവശ്യപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ ഈ മനുവിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കൃത്യമായി അന്വേഷിക്കാതെ ഉണ്ടായ ഒരു തിരിച്ചെടുക്കലായതുകൊണ്ട് തന്നെ അതിൽ തെറ്റ് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊപ്പം തന്നെ ഈ നിലവിൽ വന്നിട്ടുള്ള പരാതി അത് ഈ ഇത്തരത്തിൽ പരാതിയിൽ ഈ മനുവിനെ സംരക്ഷിക്കുന്നതിന് ആവശ്യം KCAക്ക് ഇല്ല എന്നുകൂടി ഭാരവാഹികൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പോലീസിന്റെ നടപടിക്രമങ്ങൾ അത് KCA കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അത് ആ പോലീസിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും മനുവിന്റെ കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ മനുവിന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പം മറ്റ് KCAകളിൽ മനുവിനെ കോച്ചായി തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം അതൊക്കെ റദ്ദ് ചെയ്യാനുള്ള നടപടികളും KCA സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൂടി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി തെറ്റ് തിരുത്താനുള്ള നടപടികളാണ് KCA സ്വീകരിക്കുക എന്നുകൂടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കുട്ടികളെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ച KCA 2022 മനുവിനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.